മുൻ മന്ത്രിയായ എ കെ ബാലൻ പറഞ്ഞു, ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ഈ വാഹനം ഞങ്ങള് മുഖ്യമന്ത്രി ഈ പരിപാടി കഴിഞ്ഞാൽ കാഴ്ച ബംഗ്ലാവിൽ വെക്കും, ആയിരക്കണക്കിന് ആളുകൾ ടിക്കറ്റ് എടുത്തത് കാണുമെന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ബാലനോട്, ആ വാഹനം ഇപ്പൊ അവിടെ കിടപ്പുണ്ടല്ലോ, വാഹനമല്ല വെക്കേണ്ടത്, ഈ മുഖ്യമന്ത്രിയെയും 20 മന്ത്രിമാരെയുമാണ് കാഴ്ച ബംഗ്ലാവിൽ വെക്കേണ്ടത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൽ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ലെന്നും നവകേരള സദസ്സിനായി ഓടിയ ബസ്സിനെയല്ല മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയുമാണ് മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെക്കേണ്ടതെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല UDF മങ്കട നിയോജക മണ്ഡലം കമ്മിറ്റി പനങ്ങാങ്ങരയിൽ സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാരിനെതിരെ അഴിമതിയും ധൂർത്തും സാമ്പത്തിക തകർച്ചയും അക്രമങ്ങളും കെടുകാര്യസ്ഥതയും ആരോപിച്ചാണ് UDF മങ്കട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനങ്ങാങ്ങരയിൽ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചത്. UDFന്റെ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത കുറ്റവിചാരണ സദസ്സ് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, കുറ്റവിചാരണ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾ തൊഴിലുറപ്പ് തൊഴിലാളികളല്ല, നിർബന്ധിച്ച് അവരെവിടെ കൊണ്ട് നിർത്തിയവരായിട്ടുള്ള ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയുമല്ല. ഈ കുറ്റവിചാരണ സദസ്സിൽ കുടുംബശ്രീ പ്രവർത്തകരെ നിർബന്ധപൂർവ്വം ബസ്സിൽ അടിച്ച് ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ടുള്ളതല്ല എന്നതാണ് സത്യം. സർക്കാർ ജീവനക്കാരെ നിർബന്ധമായി പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ ആരെയും ഇവിടേക്ക് ക്ഷണിച്ചിട്ടില്ല. ഇവിടെ ഈ സർക്കാരിനോട് എതിർപ്പുള്ള, സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ശക്തമായ വിയോജിപ്പുള്ള, സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ട് ദുഃഖമനുഭവിക്കുന്ന ജനങ്ങളാണ് ഈ സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നവകേരള സദസ്സിനായി ഓടിയ ബസ്സിനെയല്ല, മറിച്ച് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയുമാണ് മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെക്കേണ്ടതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരള സർക്കാരിൽ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ലെന്നും ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. മുൻ മന്ത്രിയായ എ കെ ബാലൻ പറഞ്ഞു, ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ഈ വാഹനം ഞങ്ങള് മുഖ്യമന്ത്രി ഈ പരിപാടി കഴിഞ്ഞാൽ കാഴ്ച ബംഗ്ലാവിൽ വെക്കും, ആയിരക്കണക്കിന് ആളുകൾ ടിക്കറ്റ് എടുത്തത് കാണുമെന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ബാലനോട്, ആ വാഹനം ഇപ്പൊ അവിടെ കിടപ്പുണ്ടല്ലോ, വാഹനമല്ല വെക്കേണ്ടത്, ഈ മുഖ്യമന്ത്രിയെയും 20 മന്ത്രിമാരെയുമാണ് കാഴ്ച ബംഗ്ലാവിൽ വെക്കേണ്ടത്. സാമ്പത്തിക പ്രതിസന്ധി അല്പം പരിഹരിച്ചതിന് ലക്ഷക്കണക്കിന് ആളുകൾ പോയി കണ്ടേനുണ്ട്. 1 രൂപ എടുക്കാനില്ല. ഖജന പൂട്ടാൻ പോവുകയാണ്, ട്രഷറി പൂട്ടാൻ പോവുകയാണ്. അപ്പോഴാണ് ഇപ്പൊ പ്രതിപക്ഷത്തെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചാൽ നമ്മളെ സഹകരിക്കും. പക്ഷെ ഇതിന്റെ ഉത്തരവാദി ആരാണ്? എന്തുകൊണ്ട് ഇത്രയും വലിയ കടം ഉണ്ടാകുന്നു? ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്, നിങ്ങൾ കിഫ്ബിയിൽ ഇങ്ങനെ വായ്പ എടുക്കരുത്. നിങ്ങൾ 3.5% വിദേശ വായ്പ കിട്ടുമ്പോൾ 9.5% നിങ്ങൾ മസാല ബോണ്ട് വാങ്ങിച്ച് കേരളത്തെ കടക്കണിയിലാക്കിയതിന്റെ ഉത്തരവാദിത്തത്തിൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലെത്തിച്ച സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ജനരോഷമുയരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. M. മൊയ്തു മാസ്റ്റർ കുറ്റവിചാരണ സദസ്സിൽ അധ്യക്ഷത വഹിച്ചു. ET മുഹമ്മദ് ബഷീർ MP, മഞ്ഞളാംകുഴിയാലി MLA, കുരീപ്പുഴ മോഹനൻ, UDF ജില്ലാ ചെയർമാൻ PT അജയ് മോഹനൻ, T. കുഞ്ഞാലി, കുന്നത്ത് മുഹമ്മദ്, ഹനീഫ പെരിഞ്ചേരി, VP മാനു, CH മുസ്തഫ, സഹൽ തങ്ങൾ, സെയ്ദ് അബൂ തങ്ങൾ, അമീർ പാതാരി, മൂസക്കുട്ടി, KP സാദിഖ് അലി, വെങ്കിട്ട ബഷീർ, സമദ് മങ്കട, ശശി മങ്കട, അനീഷ് അങ്ങാടിപ്പുറം, മൻസൂർ പള്ളിപ്പുറം, മധു കാടാമ്പുഴ, രോഹിൽ രാജ്, ഷാഹിദ് ആനക്കയം, അഡ്വക്കേറ്റ് അജിത് P. രാജീവ് തുടങ്ങിയവർ കുറ്റവിചാരണ സദസ്സിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ CPM ലോക്കൽ സെക്രട്ടറിയും പുഴയ്ക്കാട്ടിരി ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്ന, പിന്നീട് പാർട്ടിയുടെ നയങ്ങളിലെ അതൃപ്തിയെ തുടർന്ന് പുറത്തുവന്ന് കോൺഗ്രസിനൊപ്പം ചേർന്ന കൃഷ്ണന്റെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിൻ്റെ താക്കോൽദാനവും രമേശ് ചെന്നിത്തല നിർവഹിച്ചു. മഞ്ഞളാംകുഴി കുടുംബ ട്രസ്റ്റാണ് കൃഷ്ണേട്ടനെന്ന് നാട്ടുകാർ സ്നേഹപൂർവ്വം വിളിക്കുന്ന കൃഷ്ണന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയത്. ചാനൽ 10 പെരിന്തൽമണ്ണ.
years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.